ജീവിതത്തിൽ കടുത്ത നിരാശ നേരിടുന്ന ചില സമയങ്ങളിൽ ഒന്നിനും ബലമില്ലാതായി പോകും. അങ്ങനെ ബലമില്ലാതായി പോകുന്ന നേരത്ത് നമുക്ക് എന്തെല്ലാം അറിവുണ്ടെങ്കിലും ആ അറിവുകളൊന്നും നമുക്കൊരു ഗുണവും ചെയ്യില്ല. നമുക്ക് എത്രമാത്രം മിടുക്കും സാമർഥ്യവും ഉണ്ടെങ്കിലും അതിനൊന്നും ഉപയോഗപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കും നമ്മുടെ നേരെ. അങ്ങനെ ദുർബലമായി പോയ നേരങ്ങളിലെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ബലം ഏറ്റെടുക്കാൻ ഉപയോഗപ്പെടുത്തിയ ഒരു ആത്മീക രഹസ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോടുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നിയാലും അതിൻ്റെ ശക്തിയും സംവിധാനവും നിങ്ങൾ കരുതുന്നത് പോലെ നിസ്സാരമല്ല. അത് നിങ്ങൾ ഈ കാലഘട്ടത്തിനിടയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മാരകമായ ശക്തിയെ തുറക്കുന്ന ഒരു പരിപാടിയാണ്. മറ്റൊന്നുമല്ല, യേശുവിൻ്റെ നാമത്തെ പ്രശ്നത്തിൻ്റെ മേൽ ഉപയോഗിക്കുക എന്നത് തന്നെയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ 1000 ഇടങ്ങളിൽ അത് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും 100 സംഭവങ്ങളെ അധികരിച്ചുകൊണ്ട് പലരും അത് സാക്ഷ്യങ്ങളായി പറയുന്നതും പ്രസംഗിക്കുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കാത്തിടത്തോളം ആ ശക്തി നിങ്ങൾക്കൊരു കേട്ടറിവ് മാത്രമായിരിക്കും. നിങ്ങൾ ഇന്ന് ധൈര്യപൂർവ്വം നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ യേശുനാമം ഉപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ലോകത്തിലെ വലിയ ആത്മീകരെയും വലിയ അഭിഷേകമുള്ളവരെയും അവരുടെ മുമ്പിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതുല്യമായ പ്രവൃത്തി നിങ്ങളുടെ മുമ്പിലും നടക്കുന്നു എന്നുള്ള വലിയ കാഴ്ചയായിരിക്കും. അങ്ങനാണെങ്കിൽ ആ വലിയ സന്തോഷം നമ്മുടേതുമാക്കി മാറ്റാൻ കൂടുതലൊന്നും പണിപ്പെടേണ്ടതില്ല. ഉള്ള ബലത്തിൽ യേശുവിൻ്റെ നാമം ഉരുവിടുക, അത് പ്രയോഗിക്കപ്പെടുവാൻ തയ്യാറാകുക എന്നത് മാത്രമാണ്. യേശുവിൻ്റെ നാമം പറയുവാൻ ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ 1000 പ്രശ്നങ്ങളിലും 10,000 ചോദ്യങ്ങളുടെ നടുവിലുമാണ് ഇപ്പോൾ ഈ ദൂത് കേൾക്കുന്നത് എങ്കിൽ പോലും എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ള ഒറ്റ വാക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് മാത്രമാണ്: അവർ ഇപ്പോഴും ശക്തർ തന്നെയാണ്. നിങ്ങൾ തോറ്റവരാണെന്നും ബലഹീനരാണെന്നും ആരൊക്കെയോ വിധിച്ചു വച്ചിരിക്കുന്ന ജീവിത പരിസരങ്ങളിൽ നിന്നുകൊണ്ട് യേശു എന്ന നാമം ഉരുവിടുവാൻ നിങ്ങളുടെ വായും നിങ്ങളുടെ നാവും തയ്യാറാകുന്ന നേരത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തോട്ട് വരുന്ന ശബ്ദത്തിൽ യേശു എന്ന നാമമാണ് പുറപ്പെടുന്നത് എങ്കിൽ നിങ്ങളുടെ പേര് കരുത്തൻ എന്ന് തന്നെയാണ്, ശക്തൻ എന്ന് തന്നെയാണ്. ഇത് നിങ്ങളുടെ ശക്തിയാലല്ല, നിങ്ങൾ പറയുന്ന നാമത്തിൻ്റെ ശക്തിയാലാണ് കാര്യങ്ങൾ ഇനി മാറിമറിയാൻ പോകുന്നത്. ഇന്നത്തെ ദൂത് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ പോകുന്നതാണ്. അതീവ കരുത്തരാക്കി നമ്മളെ നമ്മുടെ ആത്മീക പോരാട്ട മേഖലകളിൽ ബലത്തോടെയും ജയത്തോടെയും നിർത്താൻ പോകുന്ന ഒരു സന്ദേശമാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആദിയോടൊന്നും നിങ്ങൾ കേട്ട് ബലപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് വലിയവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാനാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. ഞാൻ കർത്താവായ യേശുവിൻ്റെ പ്രിയപ്പെട്ട മകനും നിങ്ങളുടെ സഹോദരനുമായിരിക്കുന്ന പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ, കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭകളുടെ പാസ്റ്ററാണ്. നിങ്ങൾക്കെല്ലാവർക്കും ലൈഫ് ചേഞ്ചർ കുടുംബത്തിലെ സ്നേഹവന്ദനവും ഞാൻ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ യേശു തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കൂടാതെ വേറെ ഒരു 70 പേരെയും കൂടെ തൻ്റെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 3.5 വർഷം കൊണ്ട് വലിയൊരു ദൗത്യം നിയോഗിക്കപ്പെടുവാനും പൂർത്തിയാക്കുവാനുമുള്ള കർമ്മ പദ്ധതിയിലാണ് യേശു ആയിരിക്കുന്നത്. എന്നാൽ 3.5 വർഷം കൊണ്ട് തൻ്റെ നിയോഗം കംപ്ലീറ്റ് ചെയ്യുവാൻ തൻ്റെ കൂടെയുള്ള 12 പേരെന്ന് പറയുന്ന സഹപ്രവർത്തകരുടെ നിര പോരാ എന്നുള്ളതായ കാഴ്ചപ്പാടിലാണ് യേശു വേറെ 70 പേരെയും കൂടെ നിയമിക്കുന്നത്. അങ്ങനെ 70ഉം 12ഉം 82 പേരുള്ളതായ ഒരു ശിഷ്യ സമൂഹത്തോടുകൂടെ യേശുവിൻ്റെ ദൗത്യം വളരെ വിജയകരമായി മുൻപോട്ടേക്ക് നീങ്ങുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നു. നിങ്ങൾ ഇതിനോടൊക്കെ ഒരുക്കിയിരിക്കുന്ന മാൻ പവറും സന്നാഹങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകരും നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സുകളും നിങ്ങളുടെ ഇപ്പോഴത്തെ യാത്രയിൽ കൂടുതൽ വേഗത കൈവരിക്കുന്നതിൽ പോരാ എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ കൂടുതൽ മാൻ പവറിനെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുവാനും നിങ്ങളുടെ കർമ്മപദങ്ങളെ കൂടുതൽ വിജയകരമാക്കുവാനും നിങ്ങൾ ഉത്സാഹിക്കേണ്ടതായിട്ടുണ്ട്. യേശു ഇതിനൊരു മാതൃകയാണ്. കൂടുതൽ ശിഷ്യന്മാരെ കർത്താവ് പിന്നെയും രംഗത്തേക്ക് കൊണ്ടുവന്നു. ഉള്ളവരൊക്കെ മതി എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ കളയേണ്ട കാലമായി. ഇതൊക്കെ മതി എന്നുള്ള നിലയിൽ ഒതുങ്ങിക്കൂടുന്ന ചിന്തകളൊക്കെ എടുത്ത് വല്ല കുഴിയിലും എറിയേണ്ട സമയം കഴിഞ്ഞു. കൂടുതൽ വിശാലമാകുവാൻ, കൂടുതൽ ഫലപ്രദമായിരിക്കുന്ന വ്യക്തികളുമായി കണക്റ്റഡ് ആകാൻ, വേഗതയുള്ള മനുഷ്യന്മാരുമായി കൂടിക്കലരാൻ നമ്മൾ നേരം കണ്ടെത്തേണ്ടതായിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു.
70 ശിഷ്യന്മാർ സന്തോഷത്തോടുകൂടെ തിരിച്ചു വരികയാണ്. ആദ്യം തിരഞ്ഞെടുത്ത 12 പേരെ കൂടാതെ കർത്താവ് രണ്ടാമത് തിരഞ്ഞെടുത്ത 70 പേർ. അവർ തിരിച്ചു വന്ന് യേശുവിനോട് പറയുന്നു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവർ പറഞ്ഞത് ശ്രദ്ധിക്കണം, ഞങ്ങൾ ശക്തരാണെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ വലിയ ആത്മീക മനുഷ്യന്മാരാണെന്നല്ല പറഞ്ഞത്, ഞങ്ങൾക്കൊന്നും പേടിയില്ല എന്നുമല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞു, നിന്റെ നാമം, അതാണ് ഞങ്ങളുടെ പ്രത്യാശ. ആമേൻ, ഹല്ലേലൂയ. അതാണ് അവിടുത്തെ കീപ് വേഡ്. നിന്റെ നാമത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഞങ്ങളുടെ പേരിലല്ല, ഞങ്ങൾ കാരണവുമല്ല, ഞങ്ങളുടെ സാമർഥ്യം കാരണവുമല്ല, ഞങ്ങളുടെ മിടുക്ക് കാരണവുമല്ല. അങ്ങയുടെ നാമമാണ് കർത്താവേ. കർത്താവേ, അങ്ങയുടെ നാമമാണ്. യേശുവേ, അങ്ങയുടെ നാമമാണ്. അവിടുത്തെ പരിശുദ്ധ നാമമാണ് ഈ ദൈവപ്രവൃത്തികൾക്ക് കാരണം. ഇന്ന് രാവിലെ നിന്റെ അനുഗ്രഹങ്ങളെ നോക്കി പറയാമോ, എൻ്റെ യേശുവിൻ്റെ നാമമാണ് എന്നെ ഉയർത്തിയത്. ദാവീദ് രാജാവ് 16-ാം സങ്കീർത്തനത്തിൽ പാടി, ഞാൻ യഹോവയോട് പറഞ്ഞു, അങ്ങ് എൻ്റെ കർത്താവാണ്, അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടിയ ചില ജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകാം, ഇത് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത് എന്ന്, നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. ഇസ്രായേലിനോട് പണ്ട് മോശ പറഞ്ഞൊരു വാക്യമുണ്ട്, നമുക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത് നമ്മുടെ ദൈവമാണ് എന്ന്. അതായത് ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും ബലം വേണം, ആ ബലം തരുന്നത് ദൈവമാണ് എന്ന്. ദൈവ പൈതലെ, ഇന്ന് രാവിലെ നീ എത്ര തകർന്നിരിക്കുന്നു എന്നതല്ല വിഷയം, നീ ആരുടെ നാമത്തിലാണ് നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ജീവിതം ഒരു വർഷത്തെ നിങ്ങളെ എത്തിച്ചിട്ടുണ്ടാകും, പക്ഷേ ആത്മവിശ്വാസം പോയിട്ടുണ്ടാകാം. നാളെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു നിലയിലായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത്. സാമ്പത്തികമായി നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലായിരിക്കാം. നിങ്ങളുടെ കുടുംബജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ശരിയാകുന്നുണ്ടാകില്ല. ജോലി നഷ്ടപ്പെട്ടും വഴികൾ അടഞ്ഞതിനെ തുടർന്ന് വലിയൊരു ഭയം നിങ്ങളുടെ മനസ്സിൽ തിങ്ങിക്കൂടി ഉള്ളിൻ്റെ ഉള്ളിലൊരു വലിയ ഭാരം നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ നീ ദൂത് കേൾക്കുന്നത്. ഒരിക്കൽ വലിയ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചിരുന്ന നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ വാക്കുകൾ പോലും ഇല്ലാത്തൊരു നിലയിൽ നിങ്ങളുടെ ജീവിതമായി പോകുമ്പോൾ പിശാച് നിങ്ങളുടെ ചെവിയിലൊരു കാര്യം പറഞ്ഞേക്കാം, നീ തീർന്നു, ഇനി നിനക്കൊന്നും സംഭവിക്കുകയില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചു, നീ പഴയ പോലെയൊന്നും ശക്തനല്ല. പക്ഷെ നിങ്ങൾ കേൾക്കൂ, പിശാച് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളോട് പറയുന്നത് കൊണ്ടൊന്നും നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നുമില്ല. കാരണം നിങ്ങളുടെ വിജയം ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസിക ശക്തിയിൽ ആശ്രയിച്ചല്ല, നിങ്ങളുടെ ആശ്രയം യേശുവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വലിയൊരു പ്രാർത്ഥന ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പോലും പ്രശ്നമില്ല. നിങ്ങൾ ആ വാക്ക് മാത്രം പറയുക, യേശുവേ, 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 യേശുവേ. ആ വാക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും ശബ്ദം വിറച്ചുകൊണ്ട് പറഞ്ഞാലും മതി. വിശ്വാസം വളരെ 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 ചെറുതായി തോന്നുന്നെങ്കിലും കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ശബ്ദത്തിലല്ല, നിങ്ങളുടെ ശക്തി നിങ്ങൾ ഉരുവിടുന്ന ആ നാമത്തിലാണ്. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. ലോകത്ത് ഇന്നുവരെയും ഒരു മനുഷ്യരുടെ മുമ്പിലും കീഴടങ്ങാത്ത ദുഷ്ടപിശാചുക്കൾ യേശുവിൻ്റെ നാമം ഉയർത്തിപ്പിടിച്ച ശിഷ്യന്മാരായിരിക്കുന്ന പുതുവ്യക്തികളുടെ മുമ്പിൽ കീഴടങ്ങുവാൻ തുടങ്ങി. ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ജയഘോഷം മുഴക്കുന്നതെല്ലാം, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്നത് എല്ലാം നിങ്ങളുടെ കൺമുമ്പിലും കാലിടറി വീഴുന്ന കാഴ്ച നിങ്ങൾ കാണും. സമാധാനത്തോടും സ്വസ്ഥതയോടും പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാം നടക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഏത് വിഷയത്തിൽ നോക്കി ആ നാമം ഉരുവിട്ടാലും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അദൃശ്യ ലോകത്തിൻ്റെ ഒരു നിയന്ത്രണ പദ്ധതി തകരാൻ പോവുകയാണ്. ദൈവപൈതലേ, ഇന്ന് രാവിലെ ഒരു ദൂത് ഞാൻ നിന്നോട് വ്യക്തമായി പറയട്ടെ. നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒന്നിനും അവസാനത്തെ വാക്കില്ല. ശിഷ്യന്മാർ പറഞ്ഞത്, നിന്റെ നാമത്തിലും ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാ ശക്തികൾക്കും മുകളിൽ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഇപ്പോൾ പിടിച്ചു നിർത്തിയേക്കുന്ന ഒന്നിനും നിങ്ങളുടെ മേൽ ഫൈനൽ വാക്ക് പറയാനുള്ള അധികാരമില്ല. എല്ലാ അധികാരത്തിൻ്റെയും മുകളിൽ ഒരധികാരമുണ്ട്. എല്ലാ ബന്ധനത്തിനും മുകളിൽ ഒരു നാമമുണ്ട്. അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് എന്തായാലും, അത് പേടിയാണേലും നിരാശയാണേലും വർഷങ്ങളായിട്ടുള്ള ഒരു മാനസിക സംഘർഷമോ ഭാരമോ ആണേലും, ഒരു തെറ്റായ ബന്ധനിമിത്തമുണ്ടായ മുറിവും നാണക്കേടുമാണേലും, നിങ്ങൾക്കുണ്ടായ ഒരു കടബാധ്യതയുടെ സമ്മർദ്ദവും അവഹേളനവുമാണെങ്കിലും, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ക്ഷമിക്കപ്പെടാത്തൊരു പ്രശ്നമാണെങ്കിൽ പോലും, നിങ്ങളെ രാത്രിയിൽ ഉറങ്ങാൻ അനുവദിക്കാത്തൊരു വല്ലാത്ത ചിന്തയാണെങ്കിലും, അതിനേക്കാൾ വലിയ ഒരാൾ ഇന്ന് രാവിലെ നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. നിന്റെ ഭാരമറിഞ്ഞ് നിനക്ക് ക്ഷമ നൽകി നിന്നെ പിന്നെയും പിടിച്ചുയർത്തുവാൻ നിന്റെ അരികിൽ വന്ന് നിൽക്കുന്നു. അത് വേറെ ആരുമല്ല,
നിനക്ക് വേണ്ടി ജീവൻ നൽകിയ നിന്റെ കർത്താവായ യേശുവാണ് ദൈവ പൈതലേ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നല്ല. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ പറയുന്നതാണ് അതിൻ്റെ ഉത്തരം. പ്രശ്നം നിങ്ങളുടെ യേശുവിനേക്കാൾ വലുതല്ല. നിങ്ങളെ ഭയപ്പെടുത്തുന്ന സാഹചര്യം യേശുവിൻ്റെ അധികാരത്തിൻ്റെ ഉള്ളിൽ മാത്രം നിലകൊള്ളുന്നതാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഇരുട്ടിനോട് നിങ്ങളുടെ ശക്തി തെളിയിച്ച് നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ യേശുവിൻ്റെ നാമം അവിടെ വിളിച്ചാൽ മാത്രം മതി. ബൈബിൾ 91-ാം സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നൊരു കാര്യം, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. യേശുവെന്ന നാമം യേശുവെന്ന നാമം പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ഈ ഉയർച്ച വരിക തന്നെ ചെയ്യും. പല കാരണങ്ങളുടെ പേരിൽ ജീവിതത്തിൽ തോറ്റുപോയ മനുഷ്യന്മാരെ ഇന്ന് രാവിലെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ തോറ്റുകിടക്കുന്ന ഇടം, നിങ്ങളിപ്പോൾ വീണ് കിടക്കുന്ന ഇടം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഇടമാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്ക് പറയാനുള്ളത്, എഴുന്നേൽക്കാൻ തയ്യാറാകുക. പക്ഷേ ഒരുപാട് തവണ നിങ്ങൾക്ക് പരിശ്രമിച്ചിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കാം. പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും വീണ്ടും വീണ്ടും വീണുപോയി എന്നുള്ളൊരു വാക്കായിരിക്കാം നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വീഴുന്നതും അവസാനിക്കുന്നതും രണ്ടും രണ്ടാണ്. ആമേൻ. വീഴുന്നതും അവസാനിക്കുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങൾ വീണിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ, നിങ്ങൾ വീണിട്ടുണ്ടാകാം, പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. നിങ്ങളുടെ കണ്ണിലിപ്പോൾ കണ്ണുനീരുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ദൈവം ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളിപ്പോൾ നടക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വയ്യാത്ത നിലയിലുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ആദ്യം എഴുന്നേൽക്കാനല്ല ശ്രമിക്കേണ്ടത്. ആ വീണ് കിടക്കുന്ന കിടപ്പിൽ യേശുവിനെ പിടിക്കാനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. എൻ്റെ കൈകുത്തി എൻ്റെ കാലുകുത്തി എഴുന്നേൽക്കാമെന്നുള്ളതല്ല, എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ വലിച്ചുയർത്തുന്നതിൽ പിടിച്ചൊന്ന് എഴുന്നേൽക്കാമെന്ന നിലയിൽ ഇന്ന് രാവിലെ നിങ്ങൾ തയ്യാറാകുക. കാരണം ചില സമയങ്ങളിൽ ദൈവം നമ്മളോട് പറയുന്നത്, നീ ശക്തനാകൂ എന്നിട്ട് എൻ്റെ അടുക്കലേക്ക് വാ എന്നല്ല, പിന്നെയോ നീ ക്ഷീണിച്ചിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ അടുക്കിലേക്ക് വരിക. നീ തളർന്നു കിടക്കുന്ന ഈ തളർച്ചയിൽ തന്നെ നിൻ്റെ കരം എൻ്റെ നേരെ നീട്ടുക. നിൻ്റെ ബലഹീനതകളൊന്നും യേശുവിനെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നില്ല. നിങ്ങളുടെ കണ്ണുനീർ യേശുവിനെ അസ്വസ്ഥനാക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ തകർച്ചകൾ യേശുവിനെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റുന്നില്ല. നിങ്ങളുടെ തകർന്ന ഹൃദയം ദൈവത്തിനൊരു പ്രശ്നവുമല്ല. അവൻ അതിൽ നിന്ന് തന്നെ പുതിയൊരു തുടക്കം ഉണ്ടാക്കാൻ മതിയായവനാണ്. ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളുടെ പേരിനെക്കുറിച്ച് യേശു പറയുന്നത് കേൾക്കണം. ഈ വചനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ഒരു വാക്യം പറയുന്നു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. യേശുവിൻ്റെ പേരും നമ്മുടെ പേരും. ആമേൻ. നമ്മുടെ പേര് പറഞ്ഞാൽ ഭൂതം പോകില്ല, യേശുവിൻ്റെ പേര് പറഞ്ഞാൽ പോകും. ആമേൻ. പക്ഷെ നമ്മുടെ പേര് വരേണ്ട ഒരിടമുണ്ട്. അത് ഈ ഭൂമിയിലെ ഒരു കട്ടൗട്ടറിലും പോസ്റ്ററിലും ഫ്ലെക്സിലും അല്ല. നമ്മുടെ പേര് വരേണ്ടത് സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിലാണ്. ലൂക്കോസ് 10:20 യേശു ശിഷ്യന്മാരോട് അതിശയകരമായ കാര്യം പറയുകയാണ്, ആത്മാക്കൾ, ദുരാത്മാക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ മാത്രം നിങ്ങൾ സന്തോഷിക്കരുത്. അതായത് ഈ ലോകത്തിലെ ഏത് മാരകമായ ദൈവപ്രവൃത്തികളും ഏത് അത്യുന്നതമായിരിക്കുന്ന കൃപാവരങ്ങളും നമ്മുടെ കൈകളാലോ നമ്മുടെ ശുശ്രൂഷയാലോ നടന്നു എന്നതിനാലും നാം സന്തോഷിക്കുവാനോ മതിമറക്കുവാനോ പാടില്ല. നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അതിൽ മാത്രമേ നാം സന്തോഷിക്കാവുള്ളൂ. ഇത് എത്ര മനോഹരമായൊരു ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഇപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ശരിയായിരിക്കണമെന്നില്ല. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലായിരിക്കണമെന്നില്ല. നിങ്ങളുടെ കുടുംബത്തിലെ ചില കാര്യങ്ങൾ ഇനിയും മാറിയിട്ടില്ലായിരിക്കാം. പക്ഷേ യേശു നിങ്ങളോട് പറയുന്നു, നിൻ്റെ സുരക്ഷ നിൻ്റെ സാഹചര്യത്തിലല്ല, നിൻ്റെ സുരക്ഷ എന്നോടുള്ള നിൻ്റെ ബന്ധത്തിലാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ. യേശു നമ്മളോട് പറയുന്നു, നിൻ്റെ സുരക്ഷ നിൻ്റെ സാഹചര്യത്തിലല്ല, നിൻ്റെ സുരക്ഷ എന്നോടുള്ള നിൻ്റെ ബന്ധത്തിലാണ് കുഞ്ഞെ. ഇന്ന് ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, ആരെങ്കിലുമൊക്കെ നിങ്ങളെ വില കുറച്ച് കണ്ടിട്ടുണ്ടാകാം, നിങ്ങളെക്കുറിച്ച് മോശമായി ഇപ്പോഴും സംസാരിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വില നിങ്ങളെ വിട്ടുപോയ മനുഷ്യർ തീരുമാനിക്കുന്നതല്ല. നിങ്ങളുടെ മൂല്യം നിങ്ങളെക്കുറിച്ച് അതും ഇതും പറഞ്ഞു പരത്തുന്ന കുറച്ചു പേരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാൽ നിർണ്ണയിക്കപ്പെടുന്നതല്ല. നിങ്ങളുടെ പേരറിയാവുന്ന, നിങ്ങളുടെ അവസ്ഥ അറിയാവുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളെ വിളിച്ച ഒരു ദൈവമുണ്ട്. നിങ്ങളെ കൈവിടാത്തൊരു യേശുവുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ തിരിച്ചറിയൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. അവിടുന്നാണ് നിങ്ങൾക്ക് വിലയും മാന്യതയും നൽകുന്നത്. അവിടുത്തെ നാമമാണ് നിങ്ങൾക്ക് ബലത്തിന് ആധാരമായിരിക്കുന്നത്. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു തീരുമാനമെടുക്കൂ. ഇന്നെല്ലാ പ്രശ്നങ്ങളും തീർന്നുവെന്ന് അഭിനയിക്കേണ്ട.
കരയണമെങ്കിൽ കരഞ്ഞോളൂ. പക്ഷെ കരഞ്ഞിട്ടൊരു കാര്യം നീ പറയണം, ഞാൻ ഇവിടെ അവസാനിക്കില്ല. പേടി വരുമ്പോഴും വല്ലാത്ത ജീവിത സംഘർഷങ്ങൾ വരുമ്പോഴും ഒരു വാക്ക് പറയണം, യേശുവിൻ്റെ നാമം എൻ്റെ കൂടെയുണ്ട്. നിരാശ വന്നാൽ പറയണം, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ അവസാനമല്ല. മനസ്സ് 100 തവണ കഴിയില്ല എന്ന് നിങ്ങളോട് പറയുമ്പോഴും പറയണം, എനിക്ക് കഴിയാത്തത് എൻ്റെ യേശുവിന് സാധ്യമാണ്. മുൻപോട്ട് നോക്കുമ്പോൾ വഴികളൊന്നും കാണുന്നില്ല എങ്കിലും പറയൂ, എനിക്ക് വഴി കാണുന്നില്ല, പക്ഷേ വഴി അറിയാവുന്ന ജീവൻ്റെ വഴിയായ ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഈ പറഞ്ഞതാണ് വിശ്വാസം. എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം കയ്യിലുണ്ടായിരിക്കുന്നതല്ല വിശ്വാസം. ഉത്തരമില്ലാത്ത സമയത്തും യേശുവിൻ്റെ കൈ വിട്ട് കളയാതിരിക്കാനുള്ളതായ ശ്രദ്ധയാണ് വിശ്വാസം. ഞാൻ ആ വാക്കൊരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ഉത്തരം കയ്യിൽ കിട്ടുക എന്നതല്ല വിശ്വാസം. നമുക്ക് ഉത്തരങ്ങളില്ലാത്ത നേരത്തും യേശുവിൻ്റെ കൈ വിട്ടുകളയാതെ കർത്താവിൽ മുറുകെ തന്നെ പിടിച്ചു നിൽക്കുവാനുള്ള ശ്രദ്ധയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തകർന്നു പോയ അവശിഷ്ടങ്ങളുടെ കൂമ്പാരമല്ല. ദൈവത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും ഭാവിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രി പോലും ഒരു സൂര്യോദയത്തെയും തടയുകയില്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിന് നിങ്ങളുടെ ഭാവിയെ തടവിലാക്കാൻ പറ്റത്തില്ല ദൈവപൈതലേ. നിങ്ങളെ പിടിച്ചു നിർത്തിയ ഭയത്തിന് എന്നും നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. കാരണം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വീണ്ടും എഴുന്നേൽക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വീണ്ടും പ്രത്യാശിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ജീവിതത്തിലേക്ക് നടക്കാൻ കഴിയും. ഇന്ന് നിങ്ങൾക്ക് 10 ചുവട് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ 1 ചുവട് നിങ്ങൾ മുന്നോട്ട് നടക്കുക. 1 ചുവട് പോലും കഴിയുന്നില്ലെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് വിളിക്കുക, യേശുവേ എന്നെ കൈപിടിക്കണമേ. അവിടെയാണൊരു പുതിയ തുടക്കമുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന തളർന്നിരിക്കുന്ന ഓരോ ഹൃദയത്തെയും കർത്താവ് ഇന്ന് രാവിലെ സ്പർശിക്കുകയാണ്. ആരോടും പറയാതെ 100 വിഷയങ്ങൾ ഉള്ളിൽ പേറി കരയുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട നിന്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് വീണ്ടും പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ കർത്താവിനാൽ അയക്കപ്പെടുകയാണ്. ഭയത്തിൻ്റെ പിടികൾ പൊട്ടിമാറി നിങ്ങളുടെ മേലൊരു ധൈര്യം നിറയുകയാണ്. ഇനി എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് തന്നെ യേശു ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് വിളിച്ചു പറയുകയാണ്. ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് കയറുകയാണ്. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഓരോ ഭയവും, ഓരോ മാനസിക ഭാരവും, ഓരോ ആത്മീക ബന്ധനവും യേശുവിൻ്റെ അധികാരത്തിന് മുമ്പിൽ തകർന്നു മാറുകയാണ്. ഹല്ലേലൂയ. നിന്റെ സ്വന്തം ശക്തിയിൽ നോക്കാതെ കർത്താവിൻ്റെ ശക്തിയിലേക്ക് നോക്കുക. നിന്റെ കണ്ണുനീരിനപ്പുറം ഒരു നാളെ ഉണ്ട് എന്നുള്ളതായ ബോധ്യം നീ പ്രാപിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ നിന്റെ അവസാനമല്ല എന്ന് തിരിച്ചറിയുക. ഇന്നു മുതൽ നിന്റെ ഹൃദയത്തിൽ ഒരു ശബ്ദമുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, എൻ്റെ കഥ തീർന്നിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ധൈര്യമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വിടുതലുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ആ വിലയേറിയ നാമത്തെ മുറുകെ പിടിക്കുക. ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, ഈ ദൂതിനകത്ത് കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ആധികാരികമായ ഉറപ്പിൽ ഞങ്ങൾ ബലം പ്രാപിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നുമക്കൾ ആത്മാവിൽ കൂടുതൽ കരുത്തരായി ഇവരുടെ ജീവിതത്തിൻ്റെ പുതിയ മേഖലകളിൽ യേശുവിൻ്റെ നാമത്താലുള്ള അത്ഭുതങ്ങൾ പ്രാപിക്കുന്ന വ്യക്തികളായി മുൻപോട്ടേക്ക് നയിക്കപ്പെടാൻ പോവുകയാൽ സ്തോത്രം. പ്രാർത്ഥിച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹീതമായ ദൈവിക ആരാധനയും വിടുതൽ ശുശ്രൂഷയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവർ പ്രധാനമന്ത്രി ജൻ ഔഷധിയൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു. നിങ്ങൾ കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ വന്നാൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ആത്മീക ആരാധനയിൽ പങ്കുചേർന്ന് വിടുതൽ പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങാം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 മുതൽ 11:30 വരെയും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6:30 വരെയും നമ്മുടെ ആത്മീക ആരാധനകൾ കോട്ടയത്തും എറണാകുളത്തുമായി നടക്കുന്നു. രാവിലത്തെ ആരാധന കോട്ടയത്തും വൈകുന്നേരത്തെ ആരാധന എറണാകുളത്തുമാണ്. എറണാകുളം ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. നിങ്ങൾ വരണം. ഈ ദിവസങ്ങളിൽ ആ ഹാളിൽ നിരവധി ആൾക്കാർ കടന്നു വരികയും ദൈവിക വിടുതലുകളും അത്ഭുത രോഗസൗഖ്യങ്ങളും ഡെലിവറൻസുകളും പ്രാപിച്ചു പോവുകയും ചെയ്തു. ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങുകളിലുണ്ട്. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ശനിയാഴ്ച കുറച്ചു പേർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഡെലിവറൻസ് പ്രെയർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ഥലവും സമയവും വിശദാംശങ്ങളും നിങ്ങൾക്കറിയുവാൻ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക.
മാത്രവുമല്ല, ഒരു 30 പേർക്ക് വേണ്ടി മാത്രമാണത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നേരെയാകാത്ത ചില വിഷയങ്ങളിൽ ഭാരം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ വരിക, 100% നിങ്ങൾക്കൊരു വിടുതലായി മാറും. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.